അപ്പൊ ഇനി സൈറനെ വിളിച്ചിട്ട് ഈ രീതിയിലുള്ള സംസാരം ഉണ്ടായാൽ ഐ വിൽ ഗോ അഗേൻസ്റ്റ് യു. സൈറ വിൽ ഫയൽ എ കേസ് അഗേൻസ്റ്റ് യു. ഹറാസ്മെന്റിന് വേണ്ടിയിട്ട് ഒരു കേസ് നിങ്ങൾക്കെതിരെ അവളോട് കൊടുക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം പൈസ എന്ത് പൈസ എൻ്റെ ചോദിച്ച ചോദ്യമാണ്, നിജു ഞാൻ എന്ത് പൈസ തരണ്ടെന്ന്. ഞാൻ പറയാം എൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് തരാണ്ടെന്ന് പറയാൻ പറയാ നിനക്ക് അതിന് പ്രൊമോഷൻ കിട്ടിയെന്ന്. എനിക്കറിയില്ല എന്താ ചെയ്യേണ്ടത്. നിനക്ക് സംസാരിക്കുന്ന ആൾക്കാരെ കണ്ടിട്ടില്ല. കഷ്ടപ്പെട്ട് 2 മാസം പണിയെടുത്ത കാശ് ചോദിക്കുന്നത്. പണിയെടുത്ത കാശാണ് ഞാൻ ചോദിക്കുന്നത്. എന്നെ വിശ്വസിച്ച് നിൽക്കുന്ന സ്റ്റാഫുകളും അല്ലെങ്കിൽ നമ്മളുടെ കൂടെ നിൽക്കുന്ന ലേബേഴ്സും എന്നെ വിശ്വസിച്ച് പണിഞ്ഞത് രാവും പകലും അവർക്ക് വേണ്ടി പണിയെടുത്തെടുത്ത. ഹലോ ആൻഡ് ഹായ് എവ്രി വൺ, നമസ്കാരം ആൻഡ് വെൽക്കം ടു റിയാക്ഷൻ ബൈ രഞ്ജുലിക്കൽ. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. സംഗീത സംവിധായകനായ ഷാൻ റഹ്മാനെതിരെ ഒരു ആരോപണം വന്നിരിക്കുന്നു. ഷാൻ റഹ്മാൻ എന്ന് പറയുന്നത് പെട്ടെന്ന് ഓർമ്മ വരുന്നത് അനുരാഗത്തിൻ വേളയിൽ എന്ന ഗാനമാണ്. തട്ടത്തിൻ മറയത്ത് എന്ന സിനിമയിൽ ഒരു ട്രെൻഡ് സെറ്റിംഗ് ആരംഭിക്കുന്ന ഒരു സമയമായിരുന്നു. പുതിയ ഗാനരചയിതാക്കൾ, അതുവരെ കേട്ട് പരിചയിച്ചിട്ടില്ലാത്ത ശബ്ദം, വരികൾ, സംഗീതം, പുതിയ സംവിധായകർ, പുതിയ ഗാനരചയിതാക്കൾ, പുതിയ ഗായകരൊക്കെ വന്നു തുടങ്ങിയ ഒരു സമയം. അതിനുശേഷം ഒരുപാട് ഹിറ്റുകൾ ഷാൻ റഹ്മാനിൽ നിന്നുണ്ടായിട്ടുണ്ട്. ഈ സംഗീത സംവിധായകനായ ഷാൻ റഹ്മാനെതിരെയും അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കെതിരെയും ഒരു വഞ്ചനാ കുറ്റം ആരോപിച്ചുകൊണ്ട് 38 ലക്ഷം രൂപ പറ്റിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു കേസ് വന്നിരിക്കുന്നു. അറോറ എന്ന ഈവന്റ് മാനേജ്മെന്റ് കമ്പനിക്ക് വേണ്ടി നിതുരാജ് എബ്രാഹമാണ് പരാതി നൽകിയിരിക്കുന്നത്. അതിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയാം. ഇതിന്റെ വോയിസ് ക്ലിപ്പുകൾ നോട്ട്സ് നോക്കിയ മൂപ്പൻസ് ഫ്ലോയിൽ നിന്ന് കിട്ടുന്നത്. ഒരു പക്ഷെ അദ്ദേഹത്തിന് ലഭിച്ച വോയിസ് ക്ലിപ്പുകളാണെന്ന് തോന്നുന്നു, വേറെ എങ്ങും അത് കണ്ടിട്ടുണ്ടായിരുന്നില്ല. പരാതി ഓൾറെഡി രജിസ്റ്റേർഡ് ആണ്. FIR-ൽ പറയുന്ന അനുസരിച്ചിട്ട് സേക്രഡ് ഹാർട്ട്സ് ഗ്രൗണ്ടിൽ വെച്ച് നടന്ന ഉയരെ എന്ന പരിപാടി, അത് ജനുവരിയിൽ നടന്ന പരിപാടിയാണ്. ആ പരിപാടിയുടെ നടത്തിപ്പോടെ ബന്ധപ്പെട്ട് 38 ലക്ഷം രൂപ ഇദ്ദേഹത്തിന് ലഭിക്കാനുണ്ടായിരുന്നു. സ്പോൺസർഷിപ്പ് എന്ന രീതിയിൽ അല്ലെങ്കിൽ പിന്നീട് സെറ്റിൽ ചെയ്യാമെന്ന രീതിയിൽ, ബുക്ക് മൈ ഷോയിൽ നിന്ന് കിട്ടുന്ന പണം സെറ്റിൽ ചെയ്യാമെന്ന രീതിയിലൊക്കെ ഇദ്ദേഹത്തിന് പണം കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നെങ്കിലും ആ പണം കൊടുക്കാതിരിക്കുകയും അവസാനം ഇദ്ദേഹത്തെ വാൺ ചെയ്യുകയും ചെയ്തു. ഇദ്ദേഹം നിരന്തരം സൈറയെ വിളിക്കുന്നത് കൊണ്ട് ആ സൈറ അനുഭവിക്കുന്ന മാനസിക സംഘർഷം കണ്ട ശേഷം ഷാൻ റഹ്മാൻ ഇദ്ദേഹത്തെ വിളിച്ച് വാൺ ചെയ്യുകയും ഇനി മേലിൽ വിളിക്കരുത് എന്ന രീതിയിലൊക്കെയുള്ള സംഭാഷണം ഉണ്ടായെന്ന് പറയുന്നു. അതാണ് ഇതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്. അതിന്റെ FIR ആണ് ഈ ചിത്രത്തിൽ കാണുന്നത്. പ്രതികൾ എന്ന് പറഞ്ഞിരിക്കുന്നത് ഷാൻ റഹ്മാനും ഷാൻ റഹ്മാന്റെ ഭാര്യ സൈറയുമാണ്. പ്രതികൾക്ക് ആവലാതിക്കാരനെ വിശ്വാസവഞ്ചന നടത്തി ചതി ചെയ്ത് അന്യായ ലാഭവും ആവലാതിക്കാരന് അന്യായ നഷ്ടവും സംഭവിക്കാമെന്നുള്ള ഉദ്ദേശത്തോടെയും കരുതലോടെയും കൂടി 1-ാം പ്രതിയുടെ ഉടമസ്ഥതയിലുള്ള ഇറ്റേണൽ റേ എന്ന മ്യൂസിക് ട്രൂപ്പിന്റെ ഉയരെ 2025 എന്ന പേരിൽ ഒരു മ്യൂസിക് പ്രോഗ്രാം 23/1/2025 തീയതി തേവര സേക്രഡ് കോളേജ് ഗ്രൗണ്ടിൽ വെച്ച് നടത്തിക്കുന്നതിന് 1 മുതൽ 2 കൂടിയ പ്രതികൾ ചേർന്ന് 38 ലക്ഷം രൂപ ടിക്കറ്റ് വിൽപ്പനയിൽ നിന്നും ബുക്ക് മൈ ഷോ വഴി തുക ലഭിക്കുന്ന മുറയ്ക്ക് തന്നുകൊള്ളാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് 24/1/2025 തീയതി പ്രോഗ്രാം നടത്തിയ ശേഷം കരാർ പറഞ്ഞ പ്രകാരം പണം നൽകാതെ ആവലതിക്കാരന് അന്യായ നഷ്ടം വരുത്തി വിശ്വാസവഞ്ചന നടത്തി ചതി ചെയ്ത കാര്യം. ഇതാണ് FIR-ന്റെ ഉള്ളടക്കം. ഇത് സത്യത്തിൽ നവംബറിൽ നടക്കേണ്ട ഒരു പരിപാടിയായിരുന്നു. ആ സമയത്ത് വയനാട് ദുരന്തമൊക്കെ നടന്നതുകൊണ്ട് അത് പിന്നീട് ജനുവരിയിലേക്ക് മാറ്റി. ജനുവരിയിൽ വീണ്ടും ഒരു മാറ്റം ഉണ്ടാവുമെന്നുണ്ട്. കാരണം ആവശ്യത്തിന് സ്പോൺസർഷിപ്പ് ഒന്നും ഇല്ലാതെ വന്നപ്പോൾ ഒരു മാറ്റം ഉണ്ടാവുമെന്ന് കണ്ടിട്ട് ഇത് ഇനിയും മാറ്റിവെക്കണമെന്ന് പറഞ്ഞു. പക്ഷെ ആ സമയത്തിന് ഇവര് പ്രൊഡക്ഷൻ വർക്കുകൾ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു പരിപാടിയുടെ പ്രൊഡക്ഷൻ വർക്കാണ് നിജുരാജിനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ പരിപാടി മാറ്റിവെച്ചതും പ്രൊഡക്ഷൻ വർക്ക് ആരംഭിച്ചിരുന്നത് കൊണ്ടും 25 ലക്ഷം രൂപയ്ക്ക് കൺസേർട്ട് ചെയ്ത് തരാമെന്ന് ഇദ്ദേഹം അങ്ങോട്ട് ഓഫർ ചെയ്തു. 25 ലക്ഷം രൂപ ഇദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് വെച്ച് ചെയ്യാമെന്ന്. അപ്പോൾ മറുവശത്ത് പിന്നെ സംഭാഷണങ്ങളുണ്ടായി. അവര് സ്പോൺസർഷിപ്പിൽ കണ്ടെത്തും 35 ലക്ഷം രൂപയോളം സ്പോൺസർഷിപ്പ് കണ്ടെത്താമെന്നും 30-40% ലാഭവിഹിതം ഇവർക്ക് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ എഗ്രിമെന്റ് ഉണ്ടായില്ല എന്ന് പറയുന്നു. അത് അവർ വൈകിച്ചു. പിന്നീട് പരിപാടി കഴിഞ്ഞ് ഏകദേശം 38 ലക്ഷത്തിൽ പരം രൂപ ചെലവായി. അതുമായിട്ട് ബന്ധപ്പെട്ട് പണം ആവശ്യപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഇവർ ആദ്യം പറഞ്ഞത് ബുക്ക് മൈ ഷോയിൽ പൈസ കിട്ടിയതിനു ശേഷം തരാമെന്ന് പറഞ്ഞു. പിന്നീട് ഇദ്ദേഹം ചോദിച്ചപ്പോൾ പ്രൊഡക്ഷൻ കോസ്റ്റ് അയച്ചു കൊടുക്കാൻ പറഞ്ഞു. പ്രൊഡക്ഷൻ കോസ്റ്റ് അയച്ചു കൊടുത്തു. അതിനുശേഷം പണമില്ല എന്ന രീതിയിലാണ് ഇവർ സംസാരിക്കാൻ തുടങ്ങിയത്. ഇദ്ദേഹം തുടരെ ഫോളോ അപ്പ് ചെയ്തതോടെ ഷാൻ റഹ്മാൻ ഇദ്ദേഹത്തെ വാൺ ചെയ്തു. അപ്പോൾ ആ 2 വോയിസ് ക്ലിപ്പുകളാണ് റിയാക്ഷനിൽ എടുത്തിരിക്കുന്നത്. നമുക്ക് വോയിസ് ക്ലിപ്പ് ദൈർഘ്യമുള്ളതാണ്, ഒന്ന് കേട്ടു നോക്കാം. ഹലോ ബ്രോ, ഞാൻ ഈ വോയിസ് എടുക്കുന്നത് ഒട്ടും ഓക്കെ അല്ലാത്ത സിറ്റുവേഷൻ കൂടെയാണ് കടന്നു പോകുന്നത്. ഒട്ടും ഓക്കെ അല്ല മൈൻഡ് ഇപ്പം. അതായത് വലിയൊരു ചതിയിൽ പോയി പെട്ടു എന്ന് തന്നെ പറയാം. ആ ഒരു പെട്ട അവസ്ഥയിലാണ് ഇപ്പം നിൽക്കുന്നത്. ഷാൻ റഹ്മാൻ എത്രത്തോളം ഞാൻ വിശ്വസിച്ചു, പക്ഷെ പുള്ളി എന്നെ കൂടെ നിർത്തി ചതിക്കുക ചെയ്തത്. ഷാനിക്കായാലും ശരി സൈറ എത്തിയാലും ശരി രണ്ടുപേരും ഒരുമിച്ച് നിർന്ന് നമ്മൾ പറ്റിക്കുക ചെയ്തത്. കാരണം
വീട് 2025 ഞാനായിരുന്നു പ്രൊഡക്ഷൻ വർക്ക് ഫുള്ള് ചെയ്തത്. ടോട്ടൽ പ്രൊഡക്ഷൻ ഞാനാണ് ചെയ്തത് വീരയുടെ. ബട്ട് ഈ നിമിഷം വരെ ഇത്രയും വർക്ക് ചെയ്തിട്ട് ഒറ്റ രൂപ പോലും നമുക്ക് തരുന്നില്ല ബ്രോ. പൈസ ചോദിച്ചപ്പോഴത്തേന് പ്രൊമോഷൻ കിട്ടി നിനക്ക് എന്നുള്ള രീതിയിലുള്ള സംസാരം പറയുന്നത്. എൻ്റെ കമ്പനിക്ക് പ്രൊമോഷൻ കിട്ടിയത് എൻ്റെ കമ്പനിക്ക് പ്രൊമോഷൻ കിട്ടാൻ വേണ്ടിയല്ല ഞാൻ ചെയ്തത്. അങ്ങനെ ഒരു ടോക്കോ കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല. പക്ഷെ ഷോ കഴിഞ്ഞപ്പം പൈസ തരാൻ പറയും. എൻ്റെ ടോട്ടൽ പ്രൊഡക്ഷൻ കോസ്റ്റ് 35 lakhs ആയിരുന്നു. അത് കൂടാതെ ഒരു ആർട്ടിസ്റ്റിൻ്റെ റൂം, ഫുഡ്, ട്രാവല് ഇതെല്ലാം എന്നെ കൊണ്ടാണ് ചെയ്യിപ്പിച്ചത്. സൈറത്തെയും ഷാൻഡ്രമനിക്കും ചേർന്നിട്ട് എന്നെ കൊണ്ടാണ് ഫുള്ള് ചെയ്യിപ്പിച്ചത്. എന്നിട്ട് ഇപ്പോൾ 1 രൂപ തരുന്നില്ല. ഓൾമോസ്റ്റ് നിലവിൽ ഒരു 38 lakhs എൻ്റെ കയ്യിൽ നിന്ന് സ്പെൻഡായി നിമിഷം വരെ. അതെല്ലാം അക്കൗണ്ടിൽ കൂടെയാണ് ചെയ്തേക്കുന്നത്. 1 രൂപ ക്യാഷ് ആയിട്ട് ചിലവാക്കിയിട്ടില്ല. എല്ലാം അക്കൗണ്ട് ത്രൂ തന്നെയാണ് എല്ലാം ചെയ്തേക്കുന്നത്. ആക്ച്വലി നടന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാൻഡ്രമാൻ്റെ ബാൻഡിന്റെ മാനേജർ ഉണ്ടായിരുന്നില്ല നെബിൽ, കീബോർഡിസ്റ്റ്. അവരുടെ ബാൻഡ് കീബോർഡിസ്റ്റ് നെബിലാണ് എന്നെ കോൺടാക്ട് ചെയ്തിട്ട് ഇങ്ങനെ ഷോ ഉണ്ടെന്നും ഇതിന്റെ പ്രൊഡക്ഷൻ വർക്കുകൾ ഞാൻ ചെയ്യണമെന്നുള്ള രീതിയിൽ എന്നെ അപ്രോച്ച് ചെയ്തു. ഞാൻ അന്നേ കോസ്റ്റ് കാര്യങ്ങളൊക്കെ വെച്ചു. അതിനുശേഷം ഒരു ഡിസ്കഷനിലൂടെ എനിക്ക് വർക്ക് കൺഫേം ആക്കുകയും നമുക്ക് ചെയ്യാനുള്ള തീരുമാനം വരികയും ചെയ്തു. അവരുടെ പ്ലാൻ അനുസരിച്ച് കാര്യങ്ങളെല്ലാം ചെയ്തു. ആ സമയത്ത് എന്നോട് പറഞ്ഞിരുന്നത് അവരുടെ ബാൻഡിന്റെ ടോട്ടൽ കോസ്റ്റ് ഇൻക്ലൂഡിങ് ലാൻഡ് ഡീൽ മീൻസ് അവരുടെ ട്രാവൽ അക്കോമഡേഷൻ എല്ലാം ചേർത്ത് അവരുടെ കോസ്റ്റ് 25 lakhs എന്നാണ് എന്നോട് പറഞ്ഞിരുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചാൽ ടിക്കറ്റിന്റെ റവന്യൂ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീരയുടെ കോസ്റ്റ് 25 lakhs ആണ് ടോട്ടൽ വരുന്നതാണ് പറഞ്ഞത്. എന്നിട്ട് ഓക്കെ, എന്നിട്ട് ഇങ്ങനെ ചെയ്യാൻ തീരുമാനിച്ചു. ഒരാഴ്ച കഴിഞ്ഞിട്ട് എന്നെ വീണ്ടും വിളിപ്പിക്കുകയും അവർക്ക് ഒരു 35 lakhs സ്പോൺസർഷിപ്പ് കിട്ടുകയും ചെയ്തു എന്ന് പറഞ്ഞു. അപ്പം അത് ഇതിനകത്തോട്ട് കൊണ്ടുവരാന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചു. കാരണം കൂടെ നിർത്തി മീൻസ് എന്നെ ഓരോ കാര്യം പറഞ്ഞ് കൺവിൻസ് ചെയ്തുകൊണ്ടിരുന്നു. എത്ര പരിശോധിക്ക് നഷ്ടം വരില്ല, പക്ഷേ നിന്റെ പൈസ തരാമെന്നുള്ള രീതിയിൽ. ഓക്കെ, അപ്പം ടോട്ടൽ ഒരു 1 കോടി രൂപയുടെ ചെയ്യാനെടുത്ത് റവന്യൂ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നീ നിന്റെ പൈസ എന്തായാലും നമ്മൾ തരാം. നമുക്ക് ടിക്കറ്റ് ഷോ ചെയ്ത് ബുക്ക് മെഷീൻ പേയ്മെന്റ് വരുമ്പോൾ നിന്റെ 35 lakhs തരാമെന്നുള്ള രീതിയിൽ ആണ് എന്നോട് പറഞ്ഞിരുന്നത്. അതിന് കൺവിൻസ് ചെയ്യാവുന്ന രീതിയിൽ കുറെ വാട്സപ്പിൽ നെവിൽ എനിക്ക് മെസ്സേജ് അയക്കുകയൊക്കെ ചെയ്തു. സ്പോൺഷിപ്പ് ആയിട്ടുണ്ട് 35 lakhs സ്പോൺഷിപ്പ് ആയിക്കൊണ്ട് മാർക്കറ്റിംഗ് ക്രിയേറ്റീവ്സ് എല്ലാം ടീം ചെയ്തോളും. ഇനി പ്രൊഡക്ഷൻ മാത്രം ചെയ്ത് കൊടുത്താൽ മതി. പ്രൊഡക്ഷൻ്റെ എമൗണ്ട് ബുക്ക് മൈ ഷോ കഴിയുമ്പോൾ ഉടനെ പേയ്മെന്റ് വന്ന് ഉടനെ തരാം എന്നുള്ള രീതിയിൽ. മീൻസ് ഷോ കഴിഞ്ഞിട്ടാണ് എൻ്റെ പേയ്മെന്റ് മൊത്തം പറഞ്ഞിരുന്നത്. അപ്പം അത് കൺവിൻസ് ചെയ്യാവുന്ന രീതിയിൽ കുറെ സ്പോൺഷിപ്പ് ഉണ്ടെന്നും അതുണ്ടെന്നും ഷോ ഭയങ്കര വിജയമായിരിക്കും, മിനിമം 10,000 ക്രൗഡ് കയറും എന്നുള്ള രീതിയിൽ. അപ്പം എന്നെ കൂടെ നിർത്തി തന്നെ ചെയ്തു. ഇതിനിടയ്ക്ക് എന്നെ കൺവിൻസിങ് ആക്കാൻ വേണ്ടി ബാൻഡിന്റെ പ്രൊഡക്ഷൻ മാനേജർ ആക്കുന്നു. നീ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്, നീ ഇപ്പം ബാൻഡിൽ ഒരു പ്രൊഡക്ഷൻ മാനേജർ വേണം, അത് നീ ആയാൽ മതി എന്നുള്ള രീതിയിൽ കൂടെ നിർത്തി എല്ലാ കാര്യങ്ങളും ചെയ്യിപ്പിച്ചു. ഇൻക്ലൂഡ് ലാസ്റ്റ് സ്പെഷ്യൽ എഫക്ട്സിന് മാത്രം എന്നെ കൊണ്ട് 9 ലക്ഷം രൂപയുടെ പർച്ചേസിങ് മാത്രം ചെയ്യിപ്പിച്ചു. ഇത്രയും രൂപ ഞാൻ അറിഞ്ഞില്ല എന്നെ പറ്റിക്കാനാണ് ഇതെല്ലാം, അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നതെന്ന് നമ്മൾ അറിയുന്നില്ല. കാരണം ഞാനും അതേപോലെ സ്നേഹിച്ച 2 വ്യക്തികളായിരുന്നു, ഷാനിക്കയും സൈറത്തെയും. പക്ഷെ എന്നോട് ഇങ്ങനൊന്നും കാണിക്കുന്ന സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിക്കുന്നില്ല. ഷോ കഴിഞ്ഞിട്ട് നിനക്ക് പ്രൊമോഷൻ കിട്ടിയെന്നും പബ്ലിസിറ്റി കിട്ടിയെന്നും അതുകൊണ്ട് നീ ചിലവാക്കിയ കാശിൽ നിനക്ക് കമ്പനിക്ക് പ്രൊമോഷൻ കിട്ടിയെന്ന്. ഒരിക്കലും ഞാൻ അങ്ങനെയല്ല ഷോ ചെയ്തത്. എനിക്ക് പൈസ തരാം, എൻ്റെ 35 lakhs എൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് അത് ഉറപ്പായിട്ടും തരാമെന്ന് പറഞ്ഞു. ഇതിപ്പോൾ 35 lakhs പുറത്ത് തന്നെ അവർ ചിലവാക്കേണ്ട കാശായിരുന്നു. എന്റർടൈൻമെന്റ് ടാക്സ്, ലോക്കൽ ട്രാൻസ്പോർട്ടേഷൻ, ആർട്ടിസ്റ്റിന്റെ റൂം, ഫുഡ്, ട്രാവല് ഇതെല്ലാം എന്നെ കൊണ്ട് എടുപ്പിച്ചത്. കൂടാതെ പാർക്കിംഗ് ഗ്രൗണ്ടിന്റെ പൈസ, ക്യാമറ ടീമിന്റെ പൈസ, ഇതെല്ലാം ബൗൺസേഴ്സ്, ഇതൊക്കെ എന്നെ കൊണ്ട് ഒരു പൈസ പേ ചെയ്യിപ്പിച്ചിട്ട് പൈസ തരാന്നുള്ള രീതിയിൽ പേ ചെയ്യിപ്പിച്ചിട്ട് ഏറ്റവും അവസാനം 1 രൂപ പോലും തരത്തില്ലെന്നാണ് പറയുന്നവരിപ്പോൾ. നിനക്ക് പ്രൊമോഷൻ കിട്ടിയെന്ന് എനിക്ക് എന്തോ ചെയ്യണമെന്ന് പോലും അറിയാൻ പറ്റുന്ന അവസ്ഥയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. കാരണം എത്രത്തോളം കടപ്പെട്ട് ഒരു ഷോ കാരണം ചെറിയൊരു എമൗണ്ട് അല്ല ഇവരെന്നെ പറ്റിച്ചത്. 38 ലക്ഷം രൂപയാണ്. ഇനിയും ആൾക്കാർക്ക് ചെറിയ ചെറിയ എമൗണ്ടുകൾ കൊടുക്കാനുണ്ട്. എനിക്കറിയില്ല ബ്രോ എന്ത് ചെയ്യണമെന്നുള്ള അവസ്ഥയിലാണ് ഞാൻ ഇപ്പം നിൽക്കുന്നത്. എല്ലാ രീതിയിലും അവരെന്നെ മാനസികമായിട്ട് തകർത്ത് തുടക്കം മുതൽ അവരെന്നെ പറ്റിക്കണമെന്നുള്ള രീതിയിലാണ് ഓരോ കാര്യങ്ങൾ അപ്രോച്ച് ചെയ്തത്. ഓരോ കാര്യങ്ങൾ പറഞ്ഞ് വിശ്വസിപ്പിക്കുകയൊക്കെ ചെയ്ത് പറ്റിക്കണമെന്ന മെന്റാലിറ്റിയിലാണ്. ഞാൻ നവംബർ 26 തൊട്ട് എഗ്രിമെന്റ് ചോദിക്കുന്നു. പ്രോപ്പർ എഗ്രിമെന്റ് തരുന്നില്ല. ഏറ്റവും അവസാനം ഷാൻഡ്രമാണ് ഡയറക്റ്റ് പോയി കണ്ടു. ഞാൻ എഗ്രിമെന്റ് ഞാൻ ഒരു ബാക്കൗട്ട് ചെയ്തു. ജനുവരി 12 ഞാൻ ബാക്കൗട്ട് ചെയ്തു. ഞാൻ ചെയ്യുന്ന എഗ്രിമെന്റിൽ ചെയ്യില്ല എന്ന് പറഞ്ഞപ്പോഴത്തേന് ഒരു കൂട്ടത്തിലുള്ള നിമിഷം വിളിച്ചിട്ട് പറഞ്ഞിട്ട് നിനക്ക് എന്ത് ഷാനിക്കയോട് സംസാരിക്കാൻ ഡയറക്റ്റ് ഷാൻ ചേട്ടനെ വിളിച്ചിട്ട് കാര്യം പറയാൻ പറഞ്ഞു. ഞാൻ അതനുസരിച്ച് ഷാനിക്കെ വിളിച്ചിട്ട് ഷാനിക്കോടെ നേരിട്ട് കിടന്ന് സ്റ്റുഡിയോയിലോട്ട് വരാൻ പറഞ്ഞു. ഞാൻ നേരിട്ട് പോയി കാര്യങ്ങളെല്ലാം കണ്ടു. ഞാൻ പറഞ്ഞു ഷാനിക്ക അങ്ങനെ ഞാൻ ബാക്കൗട്ട് ചെയ്യും, 1 രൂപ എനിക്ക് കളയാനില്ല ഷാനിക്ക, ഞാൻ ബാക്കൗട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പം എൻ്റെ 2 ദിവസം നിനക്കെല്ലാം ക്ലിയർ ആക്കി തരാമെന്ന് പറഞ്ഞു ഷാനിക്ക. എന്നിട്ടും ആയില്ല. അതിന് വീണ്ടും ഞാൻ 18 തീയതി രാത്രി ഷാനിക്ക നേരിട്ട് പോയി കണ്ടു. അന്ന് എൻ്റെ കൂട്ടത്തിൽ ഗിത്താറിസ്റ്റ് ആകാശിനെ വിളിച്ചുകൊണ്ട് ഞാൻ പോയി നേരിട്ട് കണ്ടു. ഷാനിക്കിനി ആയില്ല, എനിക്ക് ബാക്കൗട്ട് ചെയ്യും, എനിക്ക് ഷോ ചെയ്യാൻ താല്പര്യമില്ല, കാരണം പ്രോപ്പർ കാര്യങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞു. പ്രോപ്പർ എഗ്രിമെന്റ് എനിക്ക് തരുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അത് പറഞ്ഞു ഷാനിക്ക് പറഞ്ഞു നാളെ രാവിലെ നിനക്കെല്ലാം ഞാൻ ക്ലിയർ ആക്കി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ 19 രാവിലെ ഒരു മീറ്റിംഗ് ഫിക്സ് ചെയ്യുന്നു. ഞാൻ മീറ്റിംഗിനായിട്ട് ഇവിടുന്ന് ഇറങ്ങുന്നു, എറണാകുളത്തുനിന്ന്. അതേവരെ ഇറങ്ങുന്ന സമയത്ത് ഷാനിക്ക് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു,
ഷാനിക്കയുടെ വൈഫ് സൈറായത്തേക്ക് ഭയങ്കര മീറ്റിങ്ങും കാര്യങ്ങളായിട്ട് നിൽക്കുവാടാ, നമുക്ക് ഇപ്പം ഈ മീറ്റിംഗ് കൂടണ്ടാന്ന്, നമുക്ക് വൈകുന്നേരത്തേക്കോ നാളെ രാവിലെ തന്നെ മീറ്റിംഗ് കൂടാന്ന് പറയുന്നു. ഞാനത് കേട്ടു. സുഖമില്ലെന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ബ്രോ പറയുന്നത്? ഞാൻ ഓക്കെ അത് കേട്ടു. അത് കഴിഞ്ഞിട്ട് പിറ്റേന്ന് രാവിലെ അന്ന് തന്നെ വിളിച്ചില്ല. പിറ്റേ രാവിലെ ഞാൻ അങ്ങോട്ട് വിളിച്ചു, എടുത്തില്ല. അത് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ട് നിങ്ങളുടെ ആദ്യം ഒരു ടെൻഷനും വേണ്ട, ഈ ഷോ ഫുൾ ഓഫ് ചെയ്യാം, നിന്റെ ലാഭം പോലെ നഷ്ടമാണ്, നിന്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് ഞാൻ തരാം, 35 lakhs ഞാൻ തരാമെന്നുള്ള രീതിയിൽ പുള്ളി പറയുന്നു. എന്നിട്ട് ഇപ്പം ഷോ കഴിഞ്ഞു. ഭയങ്കര അഭിപ്രായം, ഭയങ്കര റിവ്യൂ. ഇത്രയും വലിയൊരു ഹെവി പ്രൊഡക്ഷൻ കൊച്ചി നടക്കാത്ത രീതിയിൽ വലിയൊരു ഷോ നടന്നു. അത് കഴിഞ്ഞിട്ട് എല്ലാവരും ഹാപ്പി, ഷാനിക്കാനും സൈറത്തിയാനും എല്ലാവരും ഭയങ്കര ഹാപ്പി. എന്നെ വിളിച്ച് പേഴ്സണലി എല്ലാവരും നല്ല എല്ലാ രീതിയിലും നമ്മൾ നല്ലത് പറയുന്നു. പക്ഷേ ബുക്ക് മൈ ഷോന്റെ പേയ്മെന്റ് വന്ന് ഞാൻ പേയ്മെന്റ് ചോദിച്ചതിന് ശേഷം അവരുടെ സ്വഭാവങ്ങളെല്ലാം മാറി. എന്ത് പൈസ എൻ്റെ ചോദ്യമാണ്, നിജു ഞാൻ എന്ത് പൈസ തരണ്ടെന്ന്. ഞാൻ പറയും എൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് തരാണ്ടെന്ന് പറയാൻ പറയാം, നിനക്ക് അതിന് പ്രൊമോഷൻ കിട്ടിയത്. എനിക്കറിയില്ല എന്താ ചെയ്യേണ്ടത്. നിനക്ക് സംസാരിക്കുന്ന ആൾക്കാരെ കണ്ടിട്ടില്ല. കഷ്ടപ്പെട്ട് 2 മാസം പണിയെടുത്ത കാശ് ചോദിക്കുന്നത്. പണിയെടുത്ത കാശാണ് ഞാൻ ചോദിക്കുന്നത്. എന്നെ വിശ്വസിച്ച് നിൽക്കുന്ന സ്റ്റാഫുകളും അല്ലെങ്കിൽ നമ്മളുടെ കൂടെ നിൽക്കുന്ന ലേബേഴ്സും എന്നെ വിശ്വസിച്ച് പണി രാവും പകലും അവർക്ക് വേണ്ടി പണിയെടുത്ത് കൊടുത്താൽ 19-ാം തീയതി തരാന്ന് പറഞ്ഞ് ഗ്രൗണ്ട് തന്നത് 22-ാം തീയതി. 4-5 ദിവസം ഡേ നൈറ്റ് 24 hours പണിയെടുത്തിട്ടാണ് ആ പ്രൊഡക്ഷൻ കംപ്ലീറ്റ് ചെയ്തത്. എന്നിട്ട് അത്രത്തോളം അവരെന്നെ എന്താ പറയേണ്ടത് എനിക്കറിയില്ല. ആ രീതിയിലാണ് ഇവർ എന്നെ നശിപ്പിച്ച് ഇട്ടേക്കുന്നത്. അവരുടെ ഏറ്റവും വലിയ വിജയം എന്ന് കഴിഞ്ഞാൽ ഒരു പ്രോപ്പർ ലീഗൽ എഗ്രിമെന്റ് ഞാൻ അവരോട് ചെയ്തില്ല. അവരുടെ വാക്കിനെ വിശ്വസിച്ചു. അവിടെയാണ് എനിക്ക് പറ്റിയ തെറ്റ്. അവരുടെ വാക്കിനെ വിശ്വസിച്ചു, കൂടെ നിന്നു. അവരത് മാക്സിമം യൂട്ടിലൈസ് ചെയ്തു. ഷാനിക്കാനും ശരി, സൈറത്തിയാനും ശരി. ഇത്രയും വലിയൊരു പ്രൊഡക്ഷൻ ചെയ്ത് കൊടുത്തിട്ട് പേയ്മെന്റ് ചോദിച്ചപ്പോൾ എന്നോട് പറയുക പ്രൊമോഷൻ കിട്ടിയത്. എനിക്കറിയില്ല പ്രോ എന്താ ചെയ്യണമെന്നുള്ളത്. 1 രൂപ പണിയെടുത്ത് 1 രൂപ തന്നിട്ടില്ല. നിമിഷം വരെ 1 രൂപ തന്നിട്ടില്ല പണിയെടുത്ത്. ഇതാണ് അദ്ദേഹത്തിൻ്റെ വോയിസ് ക്ലിപ്പ്. അദ്ദേഹം വളരെ വിഷമത്തോടെ സംസാരിക്കുന്നത്. ഇപ്പോൾ ഷാൻ പിന്നീട് പൈസ ചോദിച്ചപ്പോൾ പറഞ്ഞത് നിനക്ക് നല്ലൊരു ഇത് കിട്ടിയില്ല, നല്ല റേഞ്ച് കിട്ടിയില്ലേ. വോയിസ് ക്ലിപ്പിലൊക്കെ മറ്റൊരു വോയിസ് ക്ലിപ്പിൽ പറയുന്നത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് വളരെ റേഞ്ചിലൊരു പ്രോഗ്രാം ആയിരുന്നു. ഇത്തരത്തിൽ കൺസേർട്ട് കാണുന്ന ആളുകളൊക്കെ പറഞ്ഞത് AR റഹ്മാന് ശേഷം ഏറ്റവും മികച്ച രീതിയിലുള്ള ഒരു കൺസേർട്ട് ആയിരുന്നു എന്നാണ്. അപ്പോൾ നിനക്ക് നല്ലൊരു രീതിയിലുള്ള പ്രൊമോഷൻ കിട്ടി, ആ രീതിയിലൊക്കെയാണ് സംസാരിച്ചെന്ന് പറയുന്നു. പക്ഷെ ഇദ്ദേഹത്തിന് പണം ഇതുവരെ കിട്ടിയിട്ടില്ല. ഇദ്ദേഹം ഫോളോ അപ്പ് ചെയ്തപ്പോഴേക്കും ഇദ്ദേഹം അനുഭവിച്ചിട്ടുള്ള ആ ഒരു മാനസിക പ്രശ്നങ്ങൾ പറയുന്നുണ്ട്. ഇനി അതേസമയം തന്നെ ഷാൻ റഹ്മാൻ ഇദ്ദേഹത്തിന് അയച്ചൊരു വോയിസ് ക്ലിപ്പ് ഉണ്ട്, അതുകൂടി ഒന്ന് കേട്ടു നോക്കാം. നിജു, വളരെ ചുരുക്കം കുറച്ച് വാക്കുകളിൽ നമുക്ക് ഈ പരിപാടി അവസാനിപ്പിക്കാം. ഞാനിനി നിജുവിന്റെ കൂടെ വയ്ക്കാൻ പോകുന്നില്ല, ഞാൻ തീരുമാനിച്ചു. കാരണം സൈറ ഇത്രയും സ്ട്രെസ്ഡ് ഔട്ട് ആയിട്ട് ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ ഒരു സമാധാനവും എന്റെ ഭാര്യയ്ക്ക് കൊടുക്കുന്നില്ല. നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അവർ പറയുന്ന കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതൊന്ന് മുന്നോട്ട് എങ്ങോട്ടേക്കും പോകുന്നില്ല. ഓക്കെ, ഇന്നലെ രാവിലെ ഞാൻ സ്റ്റുഡിയോയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ഞാൻ കേൾക്കുന്നത് അവളും നിങ്ങളും കൂടെ തർക്കിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഓക്കെ, നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അവൾ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും വീണ്ടും പറഞ്ഞു. കാരണം ബേസിക്കലി നിങ്ങളോട് ഈ ഒരു കാര്യം പറഞ്ഞിട്ട് ഒരു കാര്യമില്ലെന്ന് എനിക്ക് മനസ്സിലായി. കാരണം അവൾ ഇടാനുള്ള 20 ലക്ഷം എവിടെ എന്ന് പറയുമ്പോൾ നിങ്ങൾ വേറെ എന്താണ്ടോ പിന്നാക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് ഇനി അതിനെ പറ്റിയിട്ട് നമുക്ക് സംസാരിച്ചിട്ട് യാതൊരു കാര്യമില്ല എന്ന് മനസ്സിലായി. കാരണം ഇറ്റ് ഡസന്റ് ഗെറ്റ് ഇൻസൈഡ് യുവർ ഹെഡ്. യു ആർ നോട്ട് റെഡി ടു ആക്സെപ്റ്റ് ദാറ്റ്. നിങ്ങൾ വേറെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇനി സൈറനെ വിളിച്ചിട്ട് ഈ രീതിയിലുള്ള സംസാരം ഉണ്ടായാൽ ഐ വിൽ ഗോ അഗേൻസ്റ്റ് യു. സൈറ വിൽ ഫയൽ എ കേസ് അഗേൻസ്റ്റ് യു. ഹറാസ്മെന്റിന് വേണ്ടിയിട്ട് ഒരു കേസ് നിങ്ങൾക്കെതിരെ അവളോട് കൊടുക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം വേറൊന്നുമില്ല, നിങ്ങൾ സെയിം കാര്യം തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇനി നിങ്ങൾക്ക് ഇന്നലെ എന്തോ പറഞ്ഞല്ലോ, ഇത് ഉയരെ വന്നപ്പോഴാണ് ERP ആളുകൾ അറിഞ്ഞോ. അറോറ ഏത് പട്ടിക്കറിയാം? അറോറ ഒരു പട്ടിക്കും അറിയില്ല, ഇപ്പോഴും അറിയില്ല. മനസ്സിലായില്ലേ? അതൊക്കെ നിങ്ങൾ പറഞ്ഞതനുസരിച്ചാണ് ദുൽഖറോടൊക്കെ ഷെയർ ചെയ്യാൻ പറഞ്ഞിട്ട് ദുൽഖറൊക്കെ ഷെയർ ചെയ്തത് അറോറ എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ട്. അറോറ ഇപ്പോഴും ഒരു പട്ടിക്കും അറിയില്ല. ഉദയം അറിയാം, അറോറ ആർക്കും അറിയില്ല. അതുകൊണ്ട് അത് വിട്ടേക്ക്, അതല്ല ഇവിടെ ടോപ്പിക്. ഇനി എന്റെ ഭാര്യക്ക് നിങ്ങൾ തലവേദന ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നിജു, നിന്നെ ഞാൻ വെറുതെ വിടില്ല. ഓക്കെ, ഒരു രീതിയിലും ഞാൻ നിന്നെ വെറുതെ വിടാൻ നോക്കില്ല. നിനക്ക് എന്റെ സ്വഭാവം അറിയില്ല. ഞാൻ ഇടഞ്ഞതാ നിജു, അത് ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട. കാരണം ഈ ഒരു സെൻസും ഇല്ലാത്ത കാര്യം ബാക്ക് ടു ബാക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് ഞാൻ പിന്നെ ലിസൺ വൺസ് ഒന്നും അല്ല ഇടണം. നീ ഈ വോയിസ് നോട്ട് സേവ് ചെയ്ത് വെച്ചോ. നിനക്ക് ഇത് ആർക്കെങ്കിലും അയച്ചു കൊടുക്കണം, നീ അയച്ചു കൊടുത്തോ, എന്നാലും കുഴപ്പമില്ല. നിന്റെ ഭാഗത്ത് ഒരു സത്യവും ഇല്ല. ഇടാത്ത പൈസയുടെ കാര്യമാണ് നീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇടാത്ത പൈസയുടെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഒരു ഡോക്യുമെന്റേഷൻ ഇല്ല. ഇത്രയും എനിക്ക് നീ വോയിസ് നോട്ടോ റിപ്ലൈ ഒന്നും അയക്കണ്ട. ഞാനത് കേൾക്കാനും പോകുന്നില്ല, ഞാനത് കാണാനും പോകുന്നില്ല. എനിക്ക് അതിനോട് താല്പര്യമില്ല. ഞാൻ വളരെ കാമായിട്ടാണ് പറയുന്നത്. ഇനി സൈറക്ക് ടെൻഷൻ ഉണ്ടാക്കുന്ന കാര്യം എന്തെങ്കിലും നിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയാണെങ്കിൽ വി ആർ ഗോയിങ് ടു മൂവ് ലീഗലി. ആ പാവം നീ ഇൻവെസ്റ്റ് ചെയ്ത പൈസ എങ്ങനെയെങ്കിലും തിരിച്ച് ദ ഹോൾ ഗ്രൂപ്പ് പറഞ്ഞു അവളോട് ഇത് കൊടുക്കേണ്ട യാതൊരു കാര്യമില്ലാന്ന്. പക്ഷെ നിനക്ക് നീ ഇൻവെസ്റ്റ് ചെയ്ത പൈസ തിരിച്ചു തരാൻ വേണ്ടിയിട്ട് അവൾ പെടാപ്പാട് വരുമ്പോൾ ഇനി അവളുടെ തലയിൽ കയറി നിരങ്ങാൻ നോക്കിക്കഴിഞ്ഞാൽ പൊന്നു നിജു, എനിക്ക് അറിഞ്ഞൂടാ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട. കാരണം എന്റെ വീട്ടിലെ സമാധാനം എനിക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്.
നീ ഡെയിലി വിളിച്ചിട്ട് ഇന്നലെ ഒക്കെ വിളിച്ച് പറഞ്ഞ കാര്യം വീണ്ടും വീണ്ടും പറഞ്ഞ് എന്താണ് എന്തെങ്കിലും ഇപ്പം അവള് പറഞ്ഞു ഡോക്യുമെന്റ് ഇന്ന് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് ഒരു മെയിലേക്ക് നീ സ്ഥിരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെ അതിനല്ലേ ടൈപ്പ് ചെയ്ത് അയച്ചേക്കണം. അതിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ? അതും ഇല്ല. നിന്റെ എടാ ഞാൻ നിന്നോട് പറഞ്ഞു നിന്നെ കൊണ്ട് പറ്റുന്ന പോലെ മേടിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഇത് നിന്നെ കൊണ്ട് പറ്റുന്നത് പോലെ നീ മേടിച്ചോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. പക്ഷെ വി ആർ വർക്കിംഗ് ഫോർ യു. എങ്ങനെങ്കിലും അടുത്ത പ്രോജക്റ്റ് എങ്ങനെങ്കിലും നിനക്ക് കുറച്ച് പൈസ ഉണ്ടാക്കാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്റെ ഭാര്യയ്ക്ക് എനിക്കിനി നിന്നെ കാണണ്ട, എനിക്കിനി നിന്റെ മുഖം കാണണ്ട. ഞാൻ നിന്റെ കൂടെ ഈ ജന്മത്തിന് വർക്ക് ചെയ്യാൻ പോകുന്നില്ല, ERPയും വർക്ക് ചെയ്യാൻ പോകുന്നില്ല. എന്റെ ഭാര്യ നിനക്ക് എന്തെങ്കിലും രീതിയിൽ ലോൺ എടുത്തിട്ട് നിനക്ക് കുറച്ച് പൈസ കിട്ടട്ടെ എന്ന് വിചാരിക്കുമ്പോൾ നീ അവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന തലവേദന എന്ന് പറയുന്നത് ചില്ലറയൊന്നുമല്ല. അതുകൊണ്ട് ഈ പരിപാടി നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. ഈ പരിപാടി നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി സൈറ നിനക്ക് പൈസ തരുന്ന ഞാൻ അവളോട് ഇപ്പോഴും ഞാൻ പറയും പൈസ കൊടുക്കണ്ട. കാരണം നിന്റെ സ്വഭാവമാണ്. നീ പറഞ്ഞ കാര്യം ഒരു രീതി ഞാൻ നിന്നോട് പ്രൊഡക്ഷന്റെ കാര്യം ഒരു വെള്ളം ചോദിച്ചു കഴിഞ്ഞാൽ തരാൻ ആരും ഇല്ലാതെ പറഞ്ഞിട്ടും നീ ഏതോ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിന്റെ കാര്യമാണ് പറഞ്ഞുകൊടുക്കുന്നത്. അത്രയും ബുദ്ധിയില്ലാത്ത ഒരുത്തരാണ് നീ. ഞാനില്ല വാട്സാപ്പ് ഗ്രൂപ്പിൽ. ഞാൻ വെള്ളം ആരോടെ ചോദിക്കണമെന്ന് ചോദിക്കുമ്പോൾ നീ ഏതോ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് എനിക്ക് കാണിച്ചു തരുമ്പോൾ ഞാൻ ഇല്ലാത്തൊരു ഗ്രൂപ്പ് എനിക്ക് കാണിച്ചു. അത്രയും വിവരദോഷിയാണ് നീ, അത്രയും വിവരമില്ലാത്ത ഒരുത്തരാണ് നീ. ഇനി നീ സൈറക്ക് ഒരു തലവേദന ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്റെ നിജു ഞാൻ നിന്നോട് പറയാം. ഇതാണ് ഷാൻ അയച്ചെന്ന് പറയുന്ന വോയിസ് ക്ലിപ്പ്. പക്ഷെ ഇതിൽ നിന്ന് എനിക്ക് ചില കാര്യങ്ങൾ മനസ്സിലാവുന്നത് പൈസ കൊടുക്കാനുണ്ടെന്നുള്ള കാര്യം ശരിയാണെന്നുള്ളതാണ്. കാരണം ഒന്ന് ലോൺ എടുത്തിട്ടായാലും ശരി, അല്ലെങ്കിൽ മറ്റൊരു പ്രോഗ്രാം പിടിച്ചിട്ടായാലും ശരി, നിന്നിൽ നിന്ന് പോയ പൈസ തിരിച്ചറിയാൻ ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയുമ്പോൾ പൈസ കൊടുക്കാനുണ്ട് എന്നുള്ള കാര്യമാണ് മനസ്സിലാകുന്നത്. പിന്നെ ഞാൻ ഒരു പക്ഷെ ഇവർക്ക് കൊടുക്കാനുള്ള ഒരു സാധ്യത ഇല്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ പൈസയുടെ ടൈറ്റ് ഒന്നും അറിയില്ല. ബുക്ക് മൈഷോയിൽ നിന്ന് പൈസ അതിനെക്കുറിച്ചൊക്കെയുള്ള കാര്യങ്ങൾ ഇനി ഇവരുടെ ഭാഗത്ത് നിന്ന് സംസാരിച്ചാൽ നമുക്കറിയാവുള്ളൂ എത്ര ബുക്ക് മൈഷോ എന്ന് യഥാർത്ഥത്തിൽ കിട്ടി, എന്തായിരുന്നു ഇവർ നമ്മളുടെ യഥാർത്ഥത്തിലുള്ള ധാരണ എന്നുള്ള കാര്യങ്ങൾ മറുവശം സംസാരിച്ചാൽ പറയാൻ പാടില്ല. ഇപ്പോൾ നമ്മൾ ഒരു സൈഡിലുള്ള കാര്യങ്ങൾ കേട്ടിരിക്കുന്നത്. എന്നാൽ തന്നെയും ഇത്രയും കേട്ടതിന് മനസ്സിലാവുന്നത് അതിന് പൈസ കൊടുക്കാനുണ്ട് എന്നുള്ളതാണ്. നിജു രാജിന് പൈസ ലഭിക്കാനുണ്ട്. ഒരു കാര്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്ത പൈസ ഇപ്പോൾ അദ്ദേഹം തന്നെ അത് പറയുന്നുണ്ട്, എൻ്റെ ലേബർ കോസ്റ്റ് ആളുകൾക്ക് കൊടുക്കാനുള്ള പൈസ കൊടുക്കാൻ, എൻ്റെ കൂടെ ഇത്ര ആൾക്കാർ ജോലി ചെയ്താണ്, അവർക്ക് പൈസ സെറ്റിൽ ചെയ്യാനുണ്ട്, ഇവർ പെട്ടെന്ന് ഡേറ്റ് ഒക്കെ മാറ്റി അനുസരിച്ചിട്ട് ഞങ്ങൾ അതിനനുസരിച്ച് ഓടി നടന്നിട്ടാണ് ചെയ്തത്, ഗ്രൗണ്ട് കിട്ടാനായിട്ട് വൈകി, അപ്പോൾ അതിനനുസരിച്ചൊക്കെ നമ്മൾ എക്സ്ട്രാ ഇൻവെസ്റ്റ്മെന്റ് എക്സ്ട്രാ എഫേർട്ടൊക്കെ എടുത്തിട്ട് ചെയ്തൊരു പരിപാടിയാണ് എന്ന് പറയുന്നുണ്ട്. മാത്രമല്ല ഇവരുടെ ഇയാളുടെ ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ഉണ്ട്. ആ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ഞാൻ ഒന്ന് വായിക്കാം. ഇത് താങ്ക്സ് പറഞ്ഞതിലുള്ളൊരു സംഭവമാണ്. ഉയരെ 2005 ഷാൻ റഹ്മാൻ ലൈവ് എ ജേർണി ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്. This was my very first independent show in my 10 years career, and from the very beginning, the person I consistently relied on was Shanika. Extended my heartiest gratitude to Shanika and Zairaita for believing me and entrusting me with such a great concert. There is so much to say about Uyere. It had been a year-long discussion about making Shan Rahman Live Uyere happen in Kochi. The band led by Shanika was truly a powerhouse of talent, with every artist bringing their unique brilliance to stage. This was my first challenge, ensuring that the performance had the best production setup to complement their talent. More than just organizing a concert, it was about creating an experience that matched their caliber. അപ്പോൾ ഇത് ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇയാൾക്ക് ഒരുപാട് എഫർട്ട് ഉണ്ട്. ഇപ്പോൾ അതിൻ്റെ താഴത്തേക്ക് കമൻറ്റുകളൊക്കെ നോക്കിയാൽ തന്നെ ചില കമൻസുകൾ കാണാം. അതിനകത്ത് എക്സ്പ്ലിസിറ്റ് ആയിട്ട് അവർ പറയുന്ന ഒരു സിദ്ദിഖ് എന്ന് പറയുന്ന ഒരു വ്യക്തി സംസാരിക്കുന്ന ഒരു കാര്യമുണ്ട്. We had our first conversation about Uyere at Coimbatore, and from that day onwards, I was able to see how committed you were towards this show, and that made the event a huge success. പിന്നീട് അങ്ങോട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പോകുന്നു. അപ്പോൾ ഇയാൾ വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്തിട്ടുള്ള സംഭവമാണ്, നമുക്ക് വ്യക്തമാകുന്ന രീതിയിലാണ് ഇതൊക്കെ കാണുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് അതിനുവേണ്ടി പ്രയത്നിച്ചു, അതിനുവേണ്ടി പൈസ ഇറക്കി, അതിനുവേണ്ടി അധ്വാനിച്ചു. അപ്പോൾ he deserved to get that money back എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഫീൽ ആക്കി. അതിനിടയിൽ സംഭവിച്ചിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ നമുക്ക് സംശയമുണ്ട്. 20 ലക്ഷത്തിൻ്റെ എന്തോ കാര്യം പറയുന്നുണ്ട്, പിന്നെ നീ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള പൈസ എന്നൊക്കെ പറയുന്നത്. അതിൻ്റെ ഒരു ക്ലാരിറ്റി ഷാൻ റഹ്മാൻ്റെയും സൈറയുടെയും ഭാഗത്തുനിന്ന് വന്നാൽ അറിയാൻ പറ്റുള്ളൂ. എന്നിരുന്നാൽ തന്നെയും പൈസ ഒരാൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ചെറിയ തുകയൊന്നും അല്ലല്ലോ. 10-38 ലക്ഷം രൂപ എന്ന് പറയുന്നത് വലിയ തുകയാണ്. അപ്പോൾ അത്രയും തുകയൊക്കെ റോൾ ചെയ്ത് ഇന്ന് ചിലപ്പോൾ അത് വളരെ ഇമ്മീഡിയറ്റ് ആയിട്ട് സെറ്റിൽ ചെയ്യേണ്ട ചില കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം അയാളുടെ ഒരു സാഹചര്യം കൂടി ഷാൻ മനസ്സിലാക്കണമെന്ന് തോന്നുന്നു. ഇപ്പം ഇങ്ങനെയൊക്കെ സംസാരിച്ച് കഴിയുമ്പോഴേക്കും അത് കുറെ കൂടി ആളെ ഡിസ്ഹാർട്ടനാക്കാനേ പറ്റുള്ളൂ. അയാളെ കുറെ കൂടി നിരാശനാക്കാനും ആ രീതിയിലേക്ക് പോകും. ഇപ്പോൾ അത് കേസിലേക്ക് എത്തി നിൽക്കുന്നു. മറ്റൊരു സൈഡ് അറിയാതെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ വിഷയത്തിൽ പറയാൻ കഴിയില്ല. ആസ് ലോങ് ആസ് ഇവർ അങ്ങോട്ട് പൈസ കൊടുക്കാനുണ്ടെങ്കിൽ, ഒന്നല്ലെങ്കിൽ താൽക്കാലികമായിട്ട് എന്തെങ്കിലും
ഓൾട്ടർനേറ്റ് അറേഞ്ച്മെന്റ്സ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക, അത് സെറ്റിൽ ചെയ്യാൻ പറ്റുന്നതിന് വേണ്ടി. അതല്ലെങ്കിൽ ആ പണം കൊടുക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുക. നല്ലൊരു സംഗീത സംവിധായകനാണ്, അപ്പം അതിനെക്കുറിച്ചൊക്കെ ഇനിയും ഒരു വിവാദങ്ങളിലേക്ക് പോകുന്നതിന് പകരം, അല്ലെങ്കിൽ ഒരു ബേർഡ് ഓഫ് എക്സ്ചേഞ്ച് ഉണ്ടാകുന്നതിന് പകരം ഇതൊക്കെ മുളയിലെ തന്നെ പരിഹരിച്ച് പോകുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. എന്തായാലും ഈ വിഷയത്തിലെ ഫർദർ അപ്ഡേറ്റ്സിനായിട്ട് കാത്തിരിക്കാം. എന്താണ് നിങ്ങൾക്ക് ഈ വിഷയത്തിൽ കേട്ടിട്ട് തോന്നുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ, അത് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു പ്രതികരണം നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.